ഇരട്ടയാർ ശ്രുതിലയ മ്യൂസിക് സ്കൂളിന്റെ 5ാമത് വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു. ഇരട്ടയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രുതിലയ മ്യൂസിക് സ്കൂളിന്റെ 5ാമത് വാർഷികം ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളൊക്കെ പള്ളിച്ചിത്രം വരയ്ക്കുമ്പോൾ പാടുമ്പോൾ നിർത്തിക്കുമ്പോൾ പോയി പഠിച്ചോളം പറയുന്നു. എല്ലാവർക്കും പഠിച്ച് മാർക്ക് മേടിക്കുന്ന കുട്ടികളെ മാത്രം സ്കൂളിൽ പോലും പോയി പാടി ഒരു കുട്ടിയെ ചിലർക്ക് 99% പേരൻസും കുട്ടികൾ പാടുമ്പോൾ പേരൻസ് സമ്മതിക്കില്ല. വേണ്ട, ചിത്രം വരയ്ക്കുമ്പോൾ സമ്മതിക്കില്ല, കളിക്കാൻ പോയാലും സമ്മതിക്കില്ല. ആ കാലം മാറി. ഇന്ന് ഇത് തൊഴിൽ ലഭ്യമാകുന്ന മറ്റ് അനുബന്ധ മേഖല കൂടിയായി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കഴിവുണ്ടാവും. ആ കഴിവുള്ള കുട്ടികളെ തിരിച്ചറിയുന്നത് പലപ്പോഴും ആദ്യം അമ്മയാണ്, പിന്നീട് അച്ഛനാണ്. ഒരുപക്ഷെ അമ്മയും അച്ഛനും തിരിച്ചറിഞ്ഞതിനോ അറിയാത്തതോ കുട്ടികളെ കണ്ടെത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും പലപ്പോഴും അധ്യാപകരായിരിക്കും. അധ്യാപകർക്ക് വരുന്നത് വലിയ ജോലിയുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ കുട്ടി പാടുന്നപ്പോൾ ഈ ഒരു സ്കൂളിലേക്ക് വന്ന് നമുക്കൊരു നാട്ടിലൊരു മ്യൂസിക് സ്കൂൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടി പാടട്ടെ എന്ന് വിചാരിച്ച് സ്കൂളിൽ കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ വളരെ എളുപ്പമാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കുട്ടിക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടോ അത് തിരിച്ചറിയുകയും ആ കഴിവ് അതിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ മാതാപിതാക്കൾ പിന്നിൽ നിൽക്കുന്നു. യോഗത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി അധ്യക്ഷയായിരുന്നു. കേരള ആർട്ട് ഡയറക്ടർ ബാബു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മ്യൂസിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതം, ഉപകരണ സംഗീതം, നാടൻപാട്ട്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും പരിപാടിക്ക് മിഴിവേകി. ശ്രുതിലയ ഡയറക്ടർ PN സുരേന്ദ്രൻ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുജി, PB ഷാജി, ഷിബു സത്യൻ, സജി അയ്യനാംകുഴി, സജി ജോസഫ് എന്നിവർ സംസാരിച്ചു.